വരാഹരൂപം ദേവവരിഷ്ടം വരസ്മിതവദനം. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. ഒക്ടോബർ 2 ഞാനൊരു ഗംഭീര സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാന്താര ചാപ്റ്റർ 1 ദ ലെജൻഡ്. ഡയറക്ടർ, ലീഡ് ആക്ടർ ഋഷഭ് ഷെട്ടി. ടേക്ക് എ ബൗ. ഇതിൻ്റെ മേൽ ഒരു സാധനം ചെയ്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഋഷഭ് ഷെട്ടി എന്നുള്ള ഡയറക്ടർ, ഋഷഭ് ഷെട്ടി എന്നുള്ള ഡയറക്ടറുടെ ഒരു ലാൻഡ് മാർക്ക് സിനിമയായിരിക്കും ഈ സിനിമ. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുക്ക് മേലെ ഒരു സാധനം എന്നുള്ളൊരു സംസാരം തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങളിലേക്ക് നമ്മൾ കേൾക്കേണ്ടി വരും. സാധാരണഗതിയിൽ നമ്മൾ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ സീക്വലോ അല്ലെങ്കിൽ ഒരു പ്രീക്വലോ നമ്മൾ കാണാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറാണ് പതിവ്. ഇതിനൊരു അപവാദമായിട്ട് വന്നിട്ടുള്ള സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹുബലി അല്ലെങ്കിൽ KGF, മലയാളത്തിൽ നിന്നാണെങ്കിൽ ദൃശ്യം, ഈ സിനിമകളൊക്കെയാണ്. ഒട്ടുമിക്ക സിനിമകളും അതിൻ്റെ ഒരു സീക്വലോ പ്രീക്വലോ വരുമ്പം ആ ആദ്യത്തെ സിനിമയുടെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താത്തൊരു സാഹചര്യം നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ആ ബാഹുബലി അല്ലെങ്കിൽ KGF സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബെഞ്ച് മാർക്ക് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിച്ചൊരു സിനിമ തന്നെയാണ്. കാരണം കാന്താര 2022 ഇറങ്ങിയ കാന്താരയുടെ ഒരു പ്രീക്വലായിട്ട് വരുമ്പം ആ സിനിമയിൽ നമ്മൾ കണ്ട് എൻജോയ് ചെയ്തതിൻ്റെ ഒരു ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ്യൂർ വേർഷൻ ആയിട്ടാണ് നമുക്ക് ഈ സിനിമ അനുഭവപ്പെടുന്നത്. ഋഷഭ് ഷെട്ടി ആസ് എ മേക്കർ തീർച്ചയായിട്ടും ഈ സിനിമയുടെ സക്സസ്സിന് ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിൻ്റെ വിഷനാണ്. ആൻഡ് ഈ സിനിമയിലെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ 2 കാര്യങ്ങൾ: സിനിമാറ്റോഗ്രഫി ആൻഡ് സൗണ്ട് ഡിസൈൻ. ഗംഭീര വർക്ക്. കാരണം നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയ്ക്ക് വേണ്ടി ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഹോംബാലെ സ്പെൻഡ് ചെയ്ത ഓരോ പൈസയും അത് കൃത്യമായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള CGI, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള RRR അല്ലെങ്കിൽ ബാഹുബലിയൊക്കെ പോലെ സിനിമകളോ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്താൽ ഒരു പക്ഷേ ആ ഒരു ലെവലിലോ അതിൻ്റെ മുകളിലോ നിൽക്കുന്ന തരത്തിലുള്ള CG വർക്കാണ്. അതും ഈ പറഞ്ഞ സിനിമകളുടെ ഒന്നും പകുതി ബജറ്റ് പോലും ഈ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം. പിന്നെ പറയാനാണെങ്കിൽ പെർഫോമൻസസ്, ആസ് ഓൾവേസ് നാഷണൽ അവാർഡ് വിന്നർ ആക്ടർ ഋഷഭ് ഷെട്ടി. കാന്താരയെ ആ ഫസ്റ്റ് ഫിലിം 2022 സിനിമയിൽ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഋഷഭ് ഷെട്ടി തീയാണ്, കത്താണ് കറന്നിട്ട് എന്താ ഇപ്പം കണ്ടതെന്ന് ആലോചിച്ച് ഇരുന്ന് പോകുന്ന സാഹചര്യങ്ങളുണ്ട് ആ സിനിമയിൽ ഒരുപാട് തവണ. പക്ഷെ എന്നെ ശരിക്കും അതിശയപ്പെടുത്തിയ മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ പരിഹസിച്ച് കളിയാക്കി വിട്ടിട്ടുള്ള ഒരാളാണ് മലയാള സിനിമയുടെ നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ. പലപ്പോഴും അന്യഭാഷാ സിനിമകളിൽ പോകുമ്പം ജയറാമേട്ടൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് എൻ്റെ ആണ് പതിവ്. പക്ഷേ ഇത്തവണ പുള്ളി ആ ഒരു കുറവ് നികത്തിയിട്ടുണ്ട്. ഗംഭീര ക്യാരക്ടറാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുന്ന ആളുകൾ ജയറാമേട്ടനെ ഒന്ന് നോക്കി വെച്ചോളൂ. നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് സാധനങ്ങൾ ജയറാമേട്ടൻ ഈ പടത്തിനകത്ത് തരുന്നുണ്ട്. ഇനി ഇതിലെ നായിക എന്ന് പറയുന്ന രുക്മിണിയുടെ കാര്യം പറയുകയാണെങ്കിൽ പലരും പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അഭിപ്രായമല്ല എനിക്കുള്ളത്. കാരണം ഒരു പക്ഷേ ഇതുപോലുള്ള കഥാപാത്രങ്ങളും മറ്റു ചില നടിമാർ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്തത് കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഓർമ്മ മനസ്സിൽ കിടപ്പുള്ളതുകൊണ്ടായിരിക്കാം രുക്മിണിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്കൊരു ജസ്റ്റ് ഒരു ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ആ കഥാപാത്രം ടുവേർഡ്സ് ദ ക്ലൈമാക്സ് വരുമ്പം അതിൻ്റെ ഒരു വെറൈറ്റി ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഷെയ്ഡ് പുള്ളിക്കാരി നല്ല ഗംഭീരമായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ 3 കഥാപാത്രങ്ങൾക്ക് പുറമെ ഒരുപാട് ക്യാരക്ടേഴ്സ് ആ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ പിന്നെ കോമഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാന്താര 1ലും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയിലും കോമഡി അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വർക്കായിട്ടുണ്ട്, ചിലതൊക്കെ അത്യാവശ്യം ഓക്കെ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല സിനിമ. ഈ സിനിമ എന്ന് പറയുന്നതിനകത്തുള്ള ആ ഒരു കൾച്ചറൽ സോൾ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. അതിനെ ടെക്നിക്കൽ ബ്രില്യൻസ് കൊണ്ട് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കുമ്പം ആ ഒരു കോമ്പിനേഷന് നമ്മൾ കൊടുക്കുന്ന ഒരു മാർക്കുണ്ട്. അങ്ങനെ ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 100ൽ ഒരു 95 മാർക്ക് തീർച്ചയായിട്ടും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഗംഭീര സിനിമ, മസ്റ്റ് വാച്ച് ഐറ്റം ഇൻ തിയേറ്റർ. ഒരു സംശയവുമില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ I can vouch for it. This is going to be an experience of a lifetime. Kantara Chapter 1, The Legend. This is truly a cinematic marvel. Thank you, Rishabh Shetty. That's all from Joda SPK. Bye-bye.